സാധാരണ രാവിലെ എഴുന്നേറ്റ് ചായക്കടയിൽ പോയി ഒരു ചായ കുടിക്കുന്ന ശീലമുള്ളവരാണ് നമ്മൾ മലയാളികളിൽ. എനിക്ക് തോന്നുന്നു 99% പേരും. പക്ഷേ ഇന്നിപ്പം അതിനൊന്നും ഒരു നിവൃത്തിയുമുള്ള ദിവസമല്ല. പാചകവാതക വില ഇങ്ങനെ റോക്കറ്റ് പോലെ കുതിച്ച് നിൽക്കുന്ന ഈ ഘട്ടത്തിൽ അവർ പ്രതിഷേധിക്കുകയാണ്. ഇന്ന് ഹോട്ടലുകളില്ല, ബേക്കറികളില്ല, ഓൺലൈൻ ഡെലിവറി ഇല്ല, ഒന്നുമില്ല. ഭക്ഷണം പുറത്തുനിന്ന് എന്നൊരു ചിന്തയെ ആർക്കും വേണ്ട. കേന്ദ്ര സർക്കാരിനെതിരെ തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ മാർച്ച് കൂടിയുണ്ട്. ദേവൻ MP വിവരങ്ങളുമായി നമുക്കിപ്പോൾ ഉണ്ട്. ദേവൻ, ഗുഡ് മോർണിംഗ്. പറഞ്ഞ പോലെ തന്നെ ഒരു നിവൃത്തിയുമില്ലാത്ത സാഹചര്യത്തിലാണ് കടകളെല്ലാം അടച്ചുപൂട്ടി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഇന്ന് 24 മണിക്കൂർ സമരം പ്രഖ്യാപിച്ച് ഇറങ്ങിയത്. നിലവിലെ സാഹചര്യം എന്താണ്? ആരെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കാൻ എത്തുകയോ വലയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഒപ്പം തന്നെ ഇന്നിപ്പം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ മാർച്ച് കൂടിയുണ്ടല്ലോ. തീർച്ചയായും ചെയ്തു. ഗ്യാസ് വിലയിൽ അന്യായമായ വർധനവ് കേന്ദ്ര സർക്കാർ ഏകദേശം 1000 രൂപയോളമാണ് ഈ ഒരു ഒറ്റയടിക്ക് വർധനവ് വരുത്തിയതെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹോട്ടൽ ഉടമകളുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ സംഘടനയുടെ നേതൃത്വത്തിൽ ഇന്നൊരു കടയടപ്പ് സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. 24 മണിക്കൂർ ഹോട്ടലുകളും ഒപ്പം തന്നെ റെസ്റ്റോറൻറ്റുകളും ക്യാൻറ്റീനുകളും ബേക്കറികളും എല്ലാം തന്നെ അടച്ചിട്ടുകൊണ്ടാണ് ഈ ഒരു ഗ്യാസ് വില വർധനവിൽ പ്രതിഷേധം അറിയിക്കാൻ കട ഉടമകൾ തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് തമ്പാനൂരാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ നിരവധി ആളുകൾ വന്നിറങ്ങുന്ന ഒരു സ്ഥലമാണ് യാത്രയ്ക്ക്. അപ്പോൾ ഈ തമ്പാനൂരുള്ള പല ഹോട്ടലുകളും ഇന്നിപ്പോൾ ഈ രാവിലെ മുതൽ തന്നെ അടച്ചിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചുരുക്കം ചില ചെറിയ ചായക്കടകളൊക്കെ തന്നെ തുറന്നിരിപ്പുണ്ട്. പക്ഷേ വലിയ ഹോട്ടലുകളെല്ലാം തന്നെ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുന്നു. നമുക്ക് ആളുകളുടെ ഒരു പ്രതികരണം കൂടി ഇക്കാര്യത്തിൽ ചോദിച്ചു നോക്കാം. രാവിലെ ഇറങ്ങിയതാണ് ഓട്ടത്തിനായിട്ട്. ഇവിടെ ഒരു ഹോട്ടലുകളും ഇല്ല. റോഡ് തന്നെ കണ്ടില്ലേ, ശൂന്യമായിട്ട് കിടക്കുകയാണ്. എന്തെങ്കിലും ആവശ്യത്തിന് വരണമെന്ന് വിചാരിച്ചാൽ ഇവിടെ ഒന്നും ആഹാരം കഴിക്കാൻ നിവർത്തിയില്ല. ഞാൻ തന്നെ 8-9 മണിക്ക് പുറത്തുനിന്നാണ് കഴിക്കുന്നത്. അതും ചെറിയ തട്ടുകടയിലാണ്. അതുപോലും ഇന്നില്ല. പിന്നെ ഈ ഗ്യാസിൻ്റെ വില കാരണം അവരെന്ത് ചെയ്യാനാ? ഒരു ദോശയ്ക്കും ചായക്കൊക്കെ ഇപ്പം തന്നെ 12 രൂപ. അത് ഇനി 15 രൂപയാവും. അപ്പം പാവങ്ങൾ അതോ ഗതി. എന്നിട്ടും കുടിക്കാൻ വെള്ളം പോലും ഇല്ല. അതാണ് അവസ്ഥ. ഒരു ചായ കുടിക്കണമെങ്കിൽ ഇവിടെ അത്രയും മുഴുവൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് കിടക്കണം. ഒരു തട്ടുകടയിൽ ഇപ്പോൾ ചായ കുടിക്കുന്നത് തട്ടുകടയും ഇല്ല. ആ ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ ഒരു ഇത്. തീർച്ചയായും ചെയ്തു. അത് തന്നെയാണ്. നമ്മളാണെങ്കിൽ പോലും അക്കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ട് അത് നമുക്കാണെങ്കിലും അനുഭവപ്പെടും. കാരണം സ്ഥിരമായി അല്ലെങ്കിൽ തുറക്കുന്ന ഹോട്ടലുകളെല്ലാം തന്നെ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുന്നു. ചില ചായക്കടകൾ മാത്രം, അതും ഇന്ന് വലിയ ഒരു പ്രതിസന്ധി നേരിടും. ചേട്ടാ, രാവിലെ ചായയോടൊപ്പം പത്രത്തിനോടൊപ്പം ഒരു ചായ പതിവാണെങ്കിൽ ഇന്ന് അതില്ല. അതെ, തികച്ചും ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിനോട് അനുബന്ധിച്ച് ഈ ഗ്യാസിൻ്റെ ക്ഷാമമായിരുന്നു ഇതുവരെ ഉള്ളത്. അപ്പോൾ ഈ ഇലക്ഷൻ വരെ അതിന് വില കൂട്ടാണ്ട് കാത്തിരിക്കുകയായിരുന്നു സർക്കാർ. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ വീണ്ടും 1000 രൂപ ഇൻഡസ്ട്രിയൽ ഗ്യാസിന് കൂട്ടിയേക്കുക. ഈ കാണിക്കുന്നത് വളരെ ജനങ്ങളോട് കാണിക്കുന്ന അഹമ്മതിയാണ്. എന്ത് ചെയ്യും? ഏതാണ്ട് 1 കോടി ജനങ്ങളോളം കേരളത്തിൽ പുറത്ത് വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അവരെല്ലാവരും ചായക്ക് ഇപ്പോൾ 15 രൂപയായി കഴിഞ്ഞു. അങ്ങനെ എന്തൊക്കെ മേഖലകൾ എങ്ങനെയൊക്കെ ജനങ്ങളെ ദ്രോഹിക്കാമെന്നോ അതെല്ലാം സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുക. ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധി ഹോട്ടൽ ഉടമകളെല്ലാം തന്നെ നേരിട്ടിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ആദ്യഘട്ടത്തിൽ ഈ ഗ്യാസിൻ്റെ ലഭ്യത വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങനെ പല ചെറുകിട ഹോട്ടലുകളും അടച്ചിടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ബ്ലാക്കിനൊക്കെ എടുത്തുകൊണ്ടാണ് പല ഹോട്ടലുകളും ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അന്ന് പിടിച്ചു നിന്നത്. പ്രത്യേകിച്ചും തിരുവനന്തപുരത്തടക്കം വലിയ രീതിയിൽ ഈ പറയുന്നത് പോലെ ഒരു ഹോട്ടലിൽ ദിവസവും 2, 3, 4 ഗ്യാസ് സിലിണ്ടറുകൾ വരെയൊക്കെ വേണ്ട ഒരു ഹോട്ടലുകളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയൊരു ചെലവ് ഇക്കാര്യത്തിൽ വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഞാൻ അതാ പറഞ്ഞ ഒരു നിക്കക്കളി ഇല്ലാത്ത സാഹചര്യത്തിലാണ്. ഇതല്ലാതെ മറ്റൊരു മാർഗവും മുന്നിലില്ല എന്ന് കരുതി ഇപ്പോൾ അവർ പ്രതിഷേധിക്കുന്ന ഈ പ്രതിഷേധത്തിലൊക്കെ അവർക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.